ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സ്നേക്ക് പ്ലാന്റിൻ്റെ റീപോട്ടിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഒരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്. ഒരു ഇൻഡോർ പ്ലാന്റ്, ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താം. ഞാൻ കഴിഞ്ഞ വർഷം നട്ട ചെടിയാണ്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ചട്ടിയിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു പോയി. ഒരു ചട്ടി പൊട്ടിച്ചപ്പോഴത്തന്നെ എനിക്ക് 6-7 പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ റീപോർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിനാവശ്യമായ മണ്ണ്, ആറ്റുമണൽ, പിന്നെ ജൈവവളമായ കോഴിവളം, കോക്കപ്പീറ്റ് ഉപയോഗിക്കാം. ഞാൻ പക്ഷെ വെള്ളം അധികം ആവശ്യമില്ലാത്ത ഒരു ചെടിയായതുകൊണ്ട് ഞാൻ കോക്കപ്പീറ്റ് ഒഴിവാക്കിയിട്ട് കുറച്ച് പെർലൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. നന്നായി മിക്സ് ചെയ്യുക. പിന്നെ വെച്ചാൽ ചട്ടിയിൽ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ അല്പം ചകരി അതിനുള്ളിൽ ഏറ്റവും അടിയിലായിട്ട് വെച്ച് കൊടുക്കാറുണ്ട്. വെള്ളം പെട്ടെന്ന് വാർന്നു പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ 3 ഐറ്റം കൂടി നന്നായി മിക്സ് ചെയ്യുക. ചട്ടീൻ്റെ അടിഭാഗത്ത് ചകരി ഫിറ്റ് ചെയ്യുക. ഇതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതൊരു ഓക്സിജൻ പ്ലാന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്നേക്ക് പ്ലാന്റിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇത് ഞാൻ ഒരു ഗ്രീൻ ഷെയ്ഡുള്ളതായിട്ടാണ് എടുത്തത്. ബോർഡറായിട്ട് വൈറ്റ് ഡിസൈൻ വരുന്നത്. അല്ലാതെ പല രീതിയിലുള്ളതും ഉണ്ട്. എനിക്കിത് മാത്രമാണ് ഇപ്പം ചട്ടി ഫില്ലായത്. ബാക്കിയെല്ലാം അങ്ങനെ ഫില്ലായിട്ടില്ല. ഒറ്റൊരു തണ്ട് പിടിച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ 2-3 മാസം കഴിയുമ്പോഴേക്ക് ചട്ടിയിൽ പുതിയ പുതിയ ചെടികൾ കിളിർത്ത് വരും. കടയിൽ നിന്ന് പൊട്ടിമുളച്ച് വരുന്നതാണ് ചെടി, മദർ പ്ലാന്റിൽ നിന്ന് തന്നെ. അല്ലാതെ ഇത് പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ലീഫ് മതി. ഒരു ലീഫിൽ നിന്ന് തന്നെ കുറേ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലീഫ് കട്ട് ചെയ്ത് വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വേര് പിടിച്ച് ലീഫ് നട്ടാലും കിട്ടും. പക്ഷേങ്കിലെന്ന് വെച്ചാൽ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നമ്മളെ ചെടീൻ്റെ കടയിൽ നിന്ന് തന്നെ പൊട്ടിമുളച്ച് വരുന്ന ചെടിയെടുത്ത് മാറ്റി നടുന്നതാണ് നല്ലത്. മറ്റേതാകുമ്പോഴെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മളെ നട്ട മദർ പ്ലാന്റ് തന്നെ ആയിരിക്കണം എന്നില്ല കിട്ടുന്നത്. ഇത് 2ാമത്തെ ചെടി റീപോട്ട് ചെയ്യുന്നതാണേ. ഇത് ഈ സൈസാണ്. മറ്റേത് ഒരു ഗ്രീൻ ആയിരുന്നു. ഇത് സ്നേക്ക് പ്ലാന്റിന് തന്നെ ചെറിയ സൈസാണ്. ഇത് പെർലൈറ്റ് ആണ്. ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ചെറിയ പോട്ട് മതി ഇതിന്. എന്നുവെച്ചാൽ അധികം വേരുകളൊന്നും ഉണ്ടാവില്ല. ഞാൻ വലിയ പോട്ടിൽ നട്ടിച്ചതിന് ഒത്തിരി ചെടികൾ, 12 ചെടികൾ ഉണ്ടായിരുന്നു ഈ പോട്ടിൽ. ചെറിയ പോട്ട് മതി. കുറച്ച് വായു വിസ്താരം കൂടുതൽ വേണം. അപ്പോഴേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ചെടികൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. ഒരൊറ്റ ചെടി വെച്ചതാണ് ഞാൻ. എനിക്കിതിൽ നിന്ന് 12 ചെടികൾ കിട്ടി. നോക്കിയേ, ഇത് ചകരിയാണ് ഏറ്റവും അടിയിൽ വെക്കുന്നത്. വെള്ളം വളരെ കുറച്ചേ ആവശ്യമുള്ളൂ ഈ ചെടി വളരാൻ. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വെള്ളം നനച്ചു കൊടുത്താൽ മതി. വേരും കുറവാണ്. കണ്ടോ, എനിക്ക് ഇത്രയും ചെടികൾ ഉണ്ടായിരുന്നു അതിൽ മദർ പ്ലാന്റിൽ നിന്ന്. വളരെ സിമ്പിളായിട്ട് റീപോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണേ. ഇതാ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. എൻ്റെ ഈ റീപോർട്ടിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ.
എനിക്ക് 12 ചെടിയാണ് കിട്ടിയത്. അടുത്ത വർഷം ആകുമ്പോഴേക്ക് ഇനി ഒത്തിരി ആവും. ഇത്രയേ ഉള്ളൂ കാര്യം. നല്ല ഭംഗിയില്ലേ അടുക്കി വെച്ചിട്ട് കാണാൻ? കണ്ടോ, 12 പീസ് ഉണ്ടായിരുന്നു ആ മദർ പ്ലാന്റിന്. എല്ലാം കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. നന്ദി, നമസ്കാരം. ഇത് സെയിൽ ചെയ്യാനുള്ള വീഡിയോ അല്ലേ? എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി